നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. സ്വർണ്ണവില ലോകത്താകെ ഭീതി പരത്തിക്കൊണ്ട് കുതിച്ചുയരുകയാണ്. ഒരു നിയന്ത്രണവും ഇല്ലാതെ ഭീതി വിതച്ചുകൊണ്ട് ലോകത്ത് ഇതിൻ്റെ ഇൻ്റർനാഷണൽ ലെവലിൽ ഇതിൻ്റെ വില കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വിവരം കിട്ടുന്ന അനുസരിച്ച് പറയുകയാണെങ്കിൽ ഒരു ഔൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28.349 ഗ്രാമാണ്. അത് ഏകദേശം ഇന്നലത്തെ വിലയിൽ നിന്ന് 1.5% ഉയർന്നിരിക്കുകയാണ്. അതായത് ആദ്യമായിട്ട് റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ഒരു ഔൺസ് സ്വർണത്തിന് $4,524 ഏറ്റവും ലേറ്റസ്റ്റ് വില. ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ വ്യാപാരം നടക്കുന്നത്. ഇന്നലെ അത് 4,460 റേഞ്ചിലായിരുന്നു ഇന്നലത്തെ കച്ചവടം മുഴുവൻ. അത് ഉയർന്നു തുടങ്ങി, ഇന്നലെ തന്നെ ഉയർന്നു തുടങ്ങി. അത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ രാവിലെ 7 മണിയായി. 2025 ഡിസംബർ 24 രാവിലെ 7 മണിക്കാണ് ഞാൻ ഈ വില പറയുന്നത്. $4,524 ഒരു ഔൺസിന് 22 ക്യാരറ്റ് സ്വർണത്തിന് വില കയറി. ഇത് ഭീതിജനകം എന്ന് ഞങ്ങൾ പറയുന്നതിന് വളരെയധികം കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്വർണ്ണക്കടകളിൽ കച്ചവടം പണ്ടത്തതിൻ്റെ പകുതി പോലുമില്ല, എന്നിട്ടും സ്വർണത്തിന് വില കയറിയാണ്. അപ്പോൾ ഇതിൻ്റെ വില കയറുന്നതിൻ്റെ കാരണം പൊതുവേ മാധ്യമങ്ങളെല്ലാം നിരത്തിയിരിക്കുന്ന കാരണങ്ങൾ ഡോളറിൻ്റെ അപ്രമാദിത്വം നഷ്ടപ്പെടാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ സ്വർണത്തിന് നിക്ഷേപകർ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു. അതായത് നിക്ഷേപകർ മാത്രമല്ല, ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ല, ഗവൺമെൻറ്റുകളും വിവിധ ഗവൺമെൻറ്റുകളും ഇന്ത്യ ഉൾപ്പെടെയുള്ള ഗവൺമെൻറ്റുകളും ബാങ്കുകളും കൂടാതെ നിക്ഷേപകർ ഇൻവെസ്റ്റേഴ്സും സ്വർണത്തിൽ സുരക്ഷിത നിക്ഷേപം എന്നുള്ള രീതിയിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ, കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും അശാസ്ത്രീയമായിട്ട് സ്വർണത്തിൻ്റെ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ പൊതുവെ മാധ്യമങ്ങൾ പറയുന്ന കാരണങ്ങൾ ഇതൊക്കെയാണ്. പക്ഷെ ഞങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാരണം, അത് ലോകത്താരും പറയാത്ത കാരണമാണ്. അതായത് ലോകത്തിലെ കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണ്ണമായും തകർന്നിരിക്കുന്നു, 100% തകർന്നിരിക്കുന്നു. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഈ മാധ്യമങ്ങൾ പൊതുവെ പറയുന്നത് ഡോളറിൻ്റെ അപ്രമാദിത്വം അവസാനിക്കാൻ പോകുന്നു, ഡോളർ വെറും കടലാസ് പുലിയ ആയിട്ട് മാറുന്നു. അപ്പോൾ അതിന് പകരം നിർത്താൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലോകം നേരിടുന്ന അനിശ്ചിതത്വത്തിന് ഒരു പരിഹാരം ലോകത്താർക്കും അറിയില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ലോകരാഷ്ട്ര നേതാക്കളും ബിസിനസ്സുകാരും സാമ്പത്തിക വിദഗ്ധരും നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് അറിയില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി എന്നുള്ള രീതിയിലാണ് സ്വർണത്തിൻ്റെ പുറത്ത് ഇവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അതായത് സ്വർണത്തിൻ്റെ പുറത്ത് എല്ലാ സമ്പത്തും ചെന്ന് കുമിഞ്ഞുകൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് രംഗങ്ങളിൽ പണം കുറയും. ഓക്കെ, പണം കുറയും. അപ്പോൾ അത് തീർച്ചയായിട്ടും ബിസിനസ് രംഗത്തെ എല്ലാം ബാധിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു നാട്ടുമ്പുറത്ത് എല്ലാവരും ഒരു ഷോപ്പിൽ മാത്രം പർച്ചേസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും ബാക്കിയുള്ളവരുടെ കാര്യം? ഏതാണ്ട് അതുപോലെ എല്ലാ ലോകത്തിലെ മുഴുവൻ നിക്ഷേപങ്ങളും ഇപ്പോൾ സ്വർണത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാധാരണ കോമൺ സെൻസ് വെച്ച് നമുക്ക് പറയാം, ബാക്കിയുള്ള ബിസിനസ്സുകളെല്ലാം പൊളിയുക തന്നെ ചെയ്യും. അത്
അമേരിക്കയിലും മറ്റും വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ പൂട്ടി തുടങ്ങി. ഓക്കെ, അതായത് റീറ്റെയിലേഴ്സ് വളരെ പ്രശസ്തമായിട്ടുള്ള ആമസോണ്, മാക്ഡൊണാൾഡ്സ്, അങ്ങനെയൊക്കെയുള്ള അന്താരാഷ്ട്ര ഭീമന്മാർ ഒക്കെ തന്നെ അവരുടെ കമ്പനിയിൽ നിന്ന് ആൾക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ്. ഇതൊന്നും മലയാളി അറിയുന്നില്ല, അത് ഞങ്ങളുടെ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്. അതിൻ്റെ പ്രതിഫലനങ്ങൾ കേരളത്തിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതാണ് സഖാവ് പിണറായി വിജയൻ ശമ്പളം കൊടുക്കാൻ പണമില്ല എന്ന് തുറന്നു പറഞ്ഞേക്കുന്നത്. അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു ചായ്വിൽ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് പാര വെക്കുന്നതെന്നാണ്. അത് ഏറെക്കുറെ ശരിയുമാണ്. പക്ഷെ സംഭവം ഇതാണ്, കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല കേരള ഗവൺമെൻറ്റിനെ. അപ്പോൾ അത് ആകെ അറിയാവുന്ന ഒരേ ഒരു സാമ്പത്തിക പരിഷ്കാരം, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആകെ അറിയാവുന്ന ഒരേ ഒരു സാമ്പത്തിക പരിഷ്കാരമേ ഉള്ളൂ, കടമെടുക്കുക. അത് കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണം കൊണ്ടുവന്ന് കേരള ഗവൺമെൻറ്റിനെ ഞെരുക്കുകയാണ്. അപ്പോൾ ഏകദേശം ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിലേക്ക് ഏകദേശം 35,000 കോടി വേണ്ടി വരുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ നിത്യ ചെലവിനങ്ങൾക്ക് 35,000 കോടി രൂപ വേണ്ടി വരും. അതിൻ്റെ പകുതി പോലും സമാഹരിക്കാൻ കേരള ഗവൺമെൻറ്റിന് ആവില്ലെന്ന് 100% ഉറപ്പിച്ച ശേഷമാണ് സഖാവ് പിണറായി വിജയനും സഖാവ് KN ബാലഗോപാലും തുറന്നു പറഞ്ഞേക്കുന്നത്, ഞങ്ങളെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല, കേന്ദ്രം കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ശമ്പളം, പെൻഷൻ ഇവയൊക്കെ മുടങ്ങും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ മലയാളികൾക്ക് ഭൂരിപക്ഷം പേർക്കും അറിയില്ല. കാര്യം ഇവിടുത്തെ മാധ്യമങ്ങൾ അങ്ങനെയുള്ള വാർത്തകളൊന്നുമല്ല പ്രാധാന്യം കൊടുത്ത് പടച്ചു വിടുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. അത് നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയാം, എന്നാൽ തന്നെ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ലോകത്തിലെ മൊത്തം രാജ്യങ്ങളുടെയും കടമെന്ന് പറയുന്നത് 31,000 ലക്ഷം കോടി രൂപയായി അനൗദ്യോഗികമായി. ഓക്കെ, അതുപോലെ ഇവരുടെ GDP, ഒറ്റ വാക്കി പറഞ്ഞ വരുമാനം 10,000 ലക്ഷം കോടി രൂപ. അപ്പോൾ ഏകദേശം 100 കോടി ആസ്തിയുള്ള ഒരാൾ ഏകദേശം 385 കോടി കടമെടുത്താൽ എങ്ങനെ ഇരിക്കുക? അങ്ങനെയാണ് നമ്മുടെ മനുഷ്യവംശത്തിൻ്റെ സ്ഥിതി. അതായത് ലോകരാജ്യങ്ങളുടെ മൊത്തം ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് ഔദ്യോഗികമായിട്ട് 328%, അനൗദ്യോഗികമായിട്ട് 385%. ഇത് അതിഭീകരമായ ഒരവസ്ഥയാണ്. ഇതിനെപ്പറ്റി ഭൂരിപക്ഷം മലയാളികൾക്കും അറിയില്ല. അത് ഞങ്ങളുടെ കുഴപ്പമല്ല. ഇവിടുത്തെ മാധ്യമങ്ങൾ ബോധപൂർവം ഇതൊക്കെ മറച്ചു പിടിക്കുകയാണ്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ ഡിസ്ട്രാക്റ്റ് ചെയ്യാനുള്ള കർമ്മമാണ് അവർ ഏറ്റെടുത്തേക്കുന്നത്. ആ നിയോഗമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്തോട്ടെ, അവരുടെ നിയോഗം അവർ നന്നായിട്ട് നിർവഹിക്കട്ടെ. പക്ഷെ ഞങ്ങൾ ആ കൂട്ടത്തിൽ പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കുന്നെങ്കിൽ, ഞങ്ങളുടെ വ്യത്യസ്തത നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമ്മൾ സ്വർണ്ണവില ഭീതിജനകമായി വർദ്ധിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം ഞങ്ങൾ പറയുന്നത് ഇതാണ്: ലോകത്തിലെ കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണ്ണമായും തകർന്നു. അത് ലോകരാഷ്ട്ര നേതാക്കളും അതുപോലെ തന്നെ സാമ്പത്തിക വിദഗ്ധരും ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന 13 ഫാമിലികളും മനസ്സിലാക്കിയിരിക്കുന്നു. അവർക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ അവർ അനിയന്ത്രിതമായി, അശാസ്ത്രീയമായിട്ട് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും കൊണ്ടുവന്ന് സ്വർണത്തിൽ കേന്ദ്രീകരിക്കുകയാണ്. ഇത് മറ്റ് ബിസിനസ്സുകളെയൊക്കെ ബാധിച്ചു തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇതാണ്: ഇപ്പോൾ
ഇന്നലത്തെ അന്താരാഷ്ട്ര വിലയെന്ന് പറയുന്നത് ഏകദേശം ശരാശരി $4,460 ഇന്നത് $4,524 ഉയർന്നിരിക്കുകയാണ്, ഏകദേശം 1.5%. അപ്പോൾ ഏകദേശം ഇന്നും സ്വർണ്ണവില കേരളത്തിൽ കൂടാൻ തന്നെയാണ് സാധ്യത. ഇന്നലത്തെ വില ഗ്രാമിന് 12,700, പവന് 1,01,600 ആയിരുന്നു ഇന്നലത്തെ വിലയെങ്കിൽ, ഇന്ന് അത് ഏകദേശം ഗ്രാമിന് 100 രൂപ മുതൽ 250 രൂപ വരെ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പവന് 1000 രൂപ മുതൽ ഏകദേശം 1,800 രൂപ വരെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അശാസ്ത്രീയമായിട്ട് അനിയന്ത്രിതമായിട്ട് സ്വർണത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ലോകരാഷ്ട്ര നേതാക്കളും ബാങ്കുകളും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാതെ മനസ്സിൽ തോന്നുന്നത് അങ്ങ് ചെയ്യുകയാണ്. ആകെ എന്തെങ്കിലും ഒരു രക്ഷയുള്ളത് സ്വർണത്തിൽ മാത്രമാണെന്നുള്ള രീതിയിൽ സ്വർണം വാങ്ങിക്കൂട്ടുകയാണ്. ഇത് എല്ലാ സമ്പത്തും സ്വർണത്തിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ വളരെ സ്വാഭാവികമായിട്ട് മറ്റു ബിസിനസ്സുകളെല്ലാം പൊളിഞ്ഞ് പാളീസാവും. അപ്പോൾ വളരെ ഭീതിജനകമായിട്ട്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് ഭീതിജനകമാണ് ഈ സ്വർണത്തിൻ്റെ വിലക്കയറ്റം. പക്ഷേ 99% മലയാളികൾക്കും ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല. എല്ലാവരും വലിയ വിദ്യാഭ്യാസമുള്ളവരും പത്രം വായിക്കുന്നവരും ഒക്കെ ആണെന്നാണ് ഓരോരുത്തരുടെ ഒക്കെ ഭാവം. പക്ഷേ വളരെ ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ് മലയാളികളുടെ അറിവിൻ്റെ കാര്യം. ലോകത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചും ഇവർക്ക് പിടിയില്ല. ഓക്കെ, ആ അവസ്ഥ മാറണം. അതിന് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ചാനലുകൾ വലുതാവണം. ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. അത് ബോധപൂർവം നിങ്ങളെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു നിയോഗമാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഞങ്ങൾ പെടുന്നില്ല. അതിനാൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.